ഇനി നമ്മൾ എന്തു ചെയ്യും ദാസേട്ട? നളിനി കരഞ്ഞു പറഞ്ഞപ്പോൾ അവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് അറിയാതെ നിന്നു ദാസൻ. അയാളുടെ കണ്ണുകൾ തന്റെ മരുമകളുടെ മുഖത്തെത്തി. നളിനിയുടെ അത്രയും സങ്കടം നിത്യയുടെ മുഖത്തില്ല എന്ന് കണ്ടപ്പോൾ അയാൾക്കൊരൽപ്പം സമാധാനം തോന്നി. തന്റെ ഇളയ പെങ്ങളാണ് നളിനി. അവളോടൽപ്പം സ്നേഹക്കൂടുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരനെയാണ് അവൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. തന്റെ കൂടെ സ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു വിദ്യാധരൻ. വിദ്യാധരന്റെ പെങ്ങളെ ദാസനും വിവാഹം ചെയ്തു. വളരെ സന്തോഷത്തോடு തന്നെയാണ് ആ കുടുംബവും മുന്നോട്ട് പോയത്. ആദ്യം കുഞ്ഞുണ്ടായത് ദാസനായിരുന്നു. അവർക്കൊരു ആൺകുട്ടിയെ നൽകി ദൈവം അനുഗ്രഹിച്ചു. എന്നാൽ വിവാഹം കഴിഞ്ഞിട്ടും ഏറെക്കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്ന വിദ്യാധരനും നളിനിയും ഒരുപാട് വഴിപാടുകളൊക്കെ നടത്തിയതിനു ശേഷമാണ് നിത്യയെ കിട്ടിയത്. അപ്പോഴേക്കും തങ്ങളുടെ മകൻ കിഷോർ LKGയിൽ എത്തിയിരുന്നു. രണ്ടു വീട്ടുകാർക്കും പരസ്പരം പിരിയാൻ വയ്യായിരുന്നു. എങ്കിലും തറവാടിൽ ഒന്നിച്ച് താമസിക്കുന്നതും ശാശ്വതമായിരുന്നില്ല. അതുകൊണ്ടാണ് അടുത്തടുത്ത വീടുകൾ ഉണ്ടാക്കി രണ്ടു കൂട്ടരും താമസിക്കാമെന്ന് കരുതിയത്. തറവാട് വീടിന് ദാസനുള്ളതായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ വിദ്യാധരനും നളിനിയും വീടുണ്ടാക്കി. എന്നാൽ നിത്യ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു വിദ്യാധരന്റെ മരണം. ഒരു ഹാർട്ട് അറ്റാക്കിന്റെ രൂപത്തിൽ മരണം അയാളെ അവരിൽ നിന്നും എന്നേക്കുമായി തട്ടിയെടുത്തു. അതോടെ നളിനി തളർന്ന നളിനിക്ക് താങ്ങും തണലുമായത് ദാസനും ശ്രീവിദ്യയുമായിരുന്നു. കിഷോർ എന്നെല്ലാം നിത്യയെ കൂടെ തന്നെ കൊണ്ടുപോയി നടക്കുകയായിരുന്നു. കിഷോർ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. എന്നാൽ അവർ വളരാൻ തുടങ്ങിയതോടെ എന്താണ് അവർക്കിടയിൽ സംഭവിച്ചതെന്ന് അറിയില്ല. രണ്ടുപേരും പരസ്പരം അകന്നു. അവർക്ക് രണ്ടുപേർക്കും അതിന്റെ കാരണം അറിയില്ലായിരുന്നു. നിത്യയുടെ ജാതകത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം നോക്കണമെന്ന് ജ്യോത്സ്യർ പറഞ്ഞിരുന്നു. അതുപ്രകാരമാണ് കല്യാണ ബ്രോക്കർമാർ അക്കാര്യം ദാസൻ പറഞ്ഞ് ഏൽപ്പിച്ചത്. അതുപ്രകാരം ഒരുപാട് വിവാഹാലോചനകൾ വന്നു. അതിൽ നിന്ന് നല്ല തറവാട്ടുകാർ ആയതുകൊണ്ട് മാത്രമാണ് മഹേഷിന്റെ വിവാഹാലോചന അവർ തിരഞ്ഞെടുത്തത്. എഞ്ചിനീയറിംഗ് ആണ്. ദുബായിലാണിപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഫാമിലി വിസ ആയതുകൊണ്ട് കല്യാണം കഴിഞ്ഞെങ്കിൽ അവളെ കൊണ്ടുപോകും. കാണാൻ സുന്ദരൻ, ഇഷ്ടം പോലെ പൈസ. ഒരു 5 മിനിറ്റ് തികച്ച് മഹേഷിനോട് സംസാരിച്ചാൽ ആരും അയാളുടെ സംസാരത്തിൽ വീണു പോകും. ദാസനും നളിനിയും ശ്രീവിദ്യയും മഹേഷിന്റെ കാര്യത്തിൽ ഒരേ അഭിപ്രായമായിരുന്നു. നല്ല ചെറുക്കൻ, നമ്മുടെ നിത്യയ്ക്ക് നന്നായി ചേരുമെന്ന് പറഞ്ഞ് അവർ ആ വിവാഹം ഉറപ്പിക്കാൻ തീരുമാനിച്ചു. നിത്യയോട് ചോദിച്ചപ്പോൾ അവൾക്ക് പ്രത്യേകിച്ച് എതിരഭിപ്രായം ഒന്നുമില്ല. എന്തായാലും ആരെങ്കിലും ഒരാളെ ഉടൻ തന്നെ വിവാഹം കഴിക്കണമെന്നറിയാം. അതിപ്പോൾ ആരായാലും പ്രശ്നമില്ലാത്ത മട്ടാണ് അവൾക്ക്. ഏറെക്കാലമായി നിത്യയുടെ ഒരു കാര്യത്തിലും ഇടപെടാത്ത കിഷോർ ഇക്കാര്യം അറിഞ്ഞപ്പോഴും ഒന്നും മിണ്ടിയില്ല. കിച്ചു, നീ ഇങ്ങനെ മിണ്ടാതെ ഇരുന്നിട്ട് കാര്യമില്ല. അവളുടെ കല്യാണത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് നീയാണ്. ഒരാങ്ങളയുടെ സ്ഥാനത്ത് മുന്നിൽ തന്നെ നീ ഉണ്ടാവണം. ദാസൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞപ്പോൾ അവൻ ദേഷ്യത്തോടെ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റു. നിങ്ങളൊക്കെ കൂടി അങ്ങ് നടത്തി കൊടുത്താൽ മതി, എന്നെ കാക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് കിഷോർ ദേഷ്യത്തോടെ തന്നെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു. അവന്റെ പെരുമാറ്റം കണ്ടപ്പോൾ നിത്യയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നി. പണ്ട് തന്റെ പുറകെ നിന്ന് മാറാത്തവനായിരുന്നു. നിത്യമോളെ എന്ന് വിളിച്ച് എപ്പോഴും തന്റെ കൂടെ ഉണ്ടാവും. വലുതായപ്പോൾ ചിലപ്പോൾ ഏട്ടന്റെ സ്റ്റാറ്റസിന് താൻ പറ്റില്ലെന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും ഈ അവഗണന. കണ്ണു നിറച്ചവൾ മുറിയിലേക്ക് ചെന്നു. ഇനി ഒന്നും പറയാനില്ലാത്ത പോലെ അവർ 3 പേരും ഇരുന്നു. കല്യാണം ഉറപ്പിച്ചതോടെ മഹേഷ് വിദ്യയെ ഫോൺ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. എന്നാൽ അവന്റെ സംസാരം അരോചകമായി അവൾക്ക് തോന്നി. ഒന്നും ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ പോലും അവന്റെ സമ്മതം ചോദിക്കണം. മാത്രമല്ല രാത്രി മുഴുവൻ വിളിച്ച് ശല്യം ചെയ്യും. അതും വൃത്തികെട്ട കാര്യങ്ങളാണ് സംസാരിക്കുക. നിന്റെ ചുരിദാറിന്റെ ടോപ്പ് അല്പം താഴ്ത്തുക, നിന്റെ കാല് മുഴുവൻ കാണിക്കുക എന്നെല്ലാം പറഞ്ഞ് അവളെ ശല്യപ്പെടുത്തും. ഇതൊന്നും പുറത്തു പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അവൻ പറയുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെ നിത്യ ഉറപ്പിച്ചു പറഞ്ഞു. അത് മഹേഷിൽ ദേഷ്യമുണ്ടാക്കി. എടി, നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോകുന്നവനാണ് ഞാൻ. അതായത് നിന്റെ ശരീരം നൂൽ ബന്ധമില്ലാതെ കാണേണ്ടവൻ. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചാൽ നിനക്കൊന്ന് കാണിച്ചു തരാൻ വയ്യ അല്ലേ? വേണ്ട, കല്യാണം കഴിഞ്ഞാൽ മോളിതനെല്ലാം അനുഭവിക്കും. അതായിരുന്നു മഹേഷിന്റെ ഭീഷണി. ഒരിക്കൽ അമ്മയോട് നിത്യ ഇതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു നോക്കി. ഒരു പിച്ചും ഇനി മേലാൽ ഇങ്ങനെയൊന്നും പറയരുതെന്നുമായിരുന്നു അമ്മയുടെ മറുപടി. അതോടെ അവൾ ആകെ തളർന്നു. ഇനി ഇക്കാര്യം ആരോട് പറയണമെന്ന് അറിയാതെ അവൾ നിന്നു. അപ്പോഴാണ് ദൈവം സഹായിച്ചതുപോലെ ഒരു കാര്യം നടന്നത്. മഹേഷിനെയും ഒരു ഫിലിപ്പീനി പെൺകുട്ടിയും അറബി പോലീസ് പൊക്കി. ഇമ്മോറൽ ട്രാഫിക്കിനാണ് പൊക്കിയത്. ആരോ ഒറ്റിക്കൊടുത്താണത്രേ. അത് നാട്ടിലറിഞ്ഞു. വലിയ തറവാട്ടിൽ പിറന്ന ചെറുക്കൻ്റെ സ്വഭാവം ഇതായിരുന്നോ എന്ന് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ മാത്രമാണ് അമ്മ ഞാൻ പറഞ്ഞ പരാതികളെക്കുറിച്ച് എല്ലാവരോടും പറയുന്നത്. ദാസമാമ അമ്മയെ കണക്കിന് വഴക്ക് പറഞ്ഞു. കല്യാണത്തിന് വെറും 5 ദിവസം കൂടി ഉള്ളപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. കല്യാണത്തിന് 2 ദിവസം മുന്നേ മാത്രമേ മഹേഷ് നാട്ടിലേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. ദൈവമായിട്ട് അവളെ രക്ഷിച്ചതുപോലെ അവൾക്ക് തോന്നി. വിവാഹത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരുന്നു. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു, ഭക്ഷണത്തിനുള്ള അഡ്വാൻസ് കൊടുത്തു, നാട്ടുകാരെ മൊത്തം ക്ഷണിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു ചെറുക്കനെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം നടത്തിവെക്കാം. എന്താ നളിനിയെ നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അമ്മ അത് തന്നെ മതിയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ കിഷോർ നിത്യയെ കല്യാണം കഴിക്കട്ടെ എന്ന് ദാസ്മാമ പറഞ്ഞു. ഞാൻ ഞെട്ടി. കിച്ചു ഏട്ടനെ നോക്കി. എന്തായാലും എതിർക്കുമെന്നറിയാം, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കിച്ചേട്ടൻ സമ്മതം പറഞ്ഞു. ഔദാര്യം. അത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി. ആദ്യം വലുതായതിനു ശേഷം അധികം അടുപ്പമില്ലാത്തത് കൊണ്ട് ഒരു ആങ്ങളെ പെങ്ങൾ ബന്ധമൊന്നും ഞങ്ങൾക്ക് തമ്മിൽ ഉണ്ടായിരുന്നില്ല.
എന്നാലും ഇപ്പോൾ സമ്മതിച്ചത് എന്നോടുള്ള സഹതാപം കൊണ്ടാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കിച്ചേട്ടനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു. എന്നോട് സഹതാപം തോന്നിയത് കൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് അറിയാം. എന്നെ കാണുന്നത് പോലെ ഇഷ്ടമല്ലാത്ത ആള് കഷ്ടപ്പെട്ട ഒരു ജീവിതകാലം മുഴുവൻ എന്നെ സഹിക്കണമെന്നില്ല. ദാസമാമിയോട് ഞാൻ പറഞ്ഞോളാം. ധൈര്യം സംഭവിച്ച് റൂമിലിരിക്കുന്ന ആളോട് അത്രയും പറഞ്ഞു പോയി. പിന്നെ കണ്ടത് ദേഷ്യത്തോടെ എൻ്റെ നേരെ വരുന്ന ആളെയാണ്. ആരാടി പറഞ്ഞത് സഹതാപം കൊണ്ടാണെന്ന്? നിനക്കറിയോ എന്ന് എനിക്ക് നീ നിന്റെ മനസ്സിൽ കയറി കൂടിയതാണെന്ന്? പക്ഷേ തുറന്നു പറയാൻ പേടിയായിരുന്നു. ഇവരെല്ലാം എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നായിരുന്നു ആശങ്ക. എന്തെങ്കിലും ഒരു ദിവസം ധൈര്യത്തോടെ അച്ഛനോട് തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞില്ല. അപ്പോഴാണ് ഒരു മഹേഷ് ഇതിനിടയിൽ കയറി വന്നത്. ദൈവമായിട്ട് അവനെ അങ്ങനെ ഒരു കേസിൽ പെടുത്തിയത്. എന്നിട്ടിപ്പോൾ എല്ലാം ശരിയായപ്പോൾ അവൾ തുറന്നു പറയാൻ പോകുന്നു. എന്താണ് നിനക്ക് പറയാനുള്ളത്? ഒരു കാര്യം കേട്ടോ, ഈ ജന്മം എന്നെ അല്ലാതെ മറ്റൊരാളെ ഇനി നീ വിവാഹം കഴിക്കില്ല. അത്രയും പറഞ്ഞുകൊണ്ട് ചേട്ടൻ എന്നെ നെഞ്ചിലേക്ക് ചേർത്തു. ആദ്യം കേട്ടത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുവെങ്കിലും ആ നെഞ്ചിലെ എന്നോടുള്ള സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്കായില്ല. ഇന്ന് ഞങ്ങളുടെ വിവാഹമാണ്. ഏറെ കാലത്തിന് ശേഷം കിച്ചേട്ടൻ്റെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി കണ്ടത് ഇന്നാണ്. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ പ്രണയകാലമാണ്. കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്